ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കാപ്പിപ്പൊടിയച്ഛൻ, തമാശച്ചൻ, ജോസഫച്ചൻ, സ്നേഹത്തിൽ പല ഭാഷയിൽ അറിയപ്പെടുന്ന കപ്പൂച്ചൻ മൂല്യങ്ങളെയും വിശ്വാസത്തെയും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പിന്തുടരുകയും എന്നാൽ ഏറ്റവും ലാളിത്യമായ ജീവിതം കൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനാകുകയും ചെയ്ത ജോസഫ് പുത്തമ്പരക്കൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛാ, അനേകം പേരുടെ ഒരു സംശയമാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ അച്ഛനിലേക്ക് ചോദ്യങ്ങളായി ഉന്നയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അലക്സ് അച്ഛൻ, റവറൻ ഫാദർ അലക്സ് വാച്ചാപ്പറമ്പിൽ OFM CAP ഇതാണ് എഴുതുന്നത്. കപ്പൂച്ചൻ സഭയാണെന്ന് ഉള്ളത് CAP നമുക്കറിയാം. എന്താണ് ഈ OFM CAP എന്ന് ഇതിൻ്റെ പൂർണ്ണരൂപം അല്ലെ അതിൻ്റെ അർത്ഥരൂപം? ഈ 1200 കാലഘട്ടങ്ങളിൽ അസീസിലെ ഫ്രാൻസിസ് ഒരു സഹോദര സംഘത്തിന് രൂപം കൊടുത്തപ്പം ഏറ്റവും വിനീത സഹോദരരായി ജീവിക്കണമെന്നായിരുന്നു നിയമം. അദ്ദേഹം ഇട്ട പേര് വിനീത സഹോദര സംഘം. സംഘം ഓർഡർ, വിനീതർ മൈനർ, OFM വിനീത ഫ്രയേഴ്സ്, ഓർഡർ ഫ്രയേഴ്സ് സഹോദരന്മാർ, വിനീത സഹോദര സംഘം OFM. അതാണ് ഇതിൻ്റെ ആരംഭം. പിന്നീട് 1550 ആ വലിയ സമൂഹത്തിൽ നിന്നും പല പല ശാഖകളായി. അതിൽ ദാരിദ്ര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മത്തിയോബാസി എന്ന് പറയുന്ന ഒരു സഹോദര നേതൃത്വത്തിൽ സമ്പത്തില്ലാതെ ജീവിക്കുന്ന ഒരു വിനീത സംഘം എന്നും പറഞ്ഞ് അതിനകത്തുനിന്ന് മാറി. അതാണ് കപ്പൂച്ചിൻ എന്നുള്ള പേര്. CAP ക്യാപ്പുച്ചിൻ. അതിൻ്റെ മൂലപദം തല മൂടുക. അതിനാണ് പറയും തൊപ്പി വെച്ച് തല മൂടുന്നു. തലയെന്ന് വെച്ചാൽ ക്യാപിറ്റൽ, തലസ്ഥാനം. തല മൂടുന്നു ആ രീതിയിൽ. പിന്നെ ഒരു കുരങ്ങുണ്ടായിരുന്നു ഇങ്ങനെ തല മുഴുവൻ, അതിനും കപ്പുച്ചീൻ മങ്കി എന്നായി. പിന്നെ ആ നിറമുള്ള കാപ്പിപ്പിടി ഉണ്ടത് കപ്പുച്ചീനോ എന്നായി. അപ്പം അങ്ങനെ തല മൂടി നടക്കുന്ന ഒരു വിനീത സഹോദര സംഘം, അത് OFM ക്യാപ് എന്നങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി. താങ്ക് യു അച്ഛാ. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും സാധാരണക്കാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുക. എനിക്ക് അറിയേണ്ടത്, അച്ഛൻ പറഞ്ഞു ഈ ഈ തലമൂടുന്ന അവസ്ഥ ദാരിദ്ര്യത്തെ വ്രതമാക്കി. നമുക്കറിയാം സഹോദര സഭയായിട്ട് തന്നെ ഫ്രാൻസിസ് അസീസി വിനയത്തിൻ്റെ അങ്ങേയറ്റം മാതൃക കൊണ്ട് തന്നെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ള സഭകൾ സ്ഥാപിച്ചു. അതിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക് ക്ലാരപുണ്യവതി ചേർന്ന് ചെന്നു. ക്ലാരമഠമായി. എന്താണ് വെച്ചാൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭകളുടെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യവും മൂല്യവും അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളും? നമുക്കറിയാം ഫ്രാൻസിസ് അസീസി ഏറ്റവും സമ്പന്ന കുടുംബമായിരുന്നിട്ടും ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിച്ചെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്ലാരപുണ്യവതിയും ചരിത്രം മാറ്റി എഴുതിയ 2 വിശുദ്ധരാണ്. ഈ 2 ധ്രുവങ്ങൾ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുക. അവരുടെ തീരുമാനം അല്ല, അവരുടെ ആഗ്രഹം എന്തായിരുന്നു, സ്വപ്നം എന്തായിരുന്നു, അവരുടെ ആശയം എന്തായിരുന്നു? അത് എന്താണ് ഇന്ന് നടക്കുന്ന അവസ്ഥ? അത് പുൽക്കൂട് മുതൽ കാൽവരി വരെ യേശു ദരിദ്രൻ ആയിരുന്നു. പറന്നു വീഴാൻ സ്ഥലമില്ല, അത് പശുത്തൊഴുത്ത്. കിടന്നു മരിക്കാൻ കട്ടിലില്ല, കുരിശ്. എല്ലാം വാടകയ്ക്ക് എടുത്ത സ്ഥലങ്ങളിലായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം. വാടകയ്ക്ക് ഒരു പശുക്കൂട്, വാടകയ്ക്ക് ഓശാനയ്ക്ക് ഒരു കഴുത, അവസാനം കുരിശിൽ മരിക്കുന്നു. അടക്കിയതും അരിമത്യാക്കാരൻ ജോസഫിൻ്റെ വാടക കല്ലറയിൽ. അപ്പോൾ സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവനായിരുന്നു ക്രിസ്തു. അസീസിലെ ഫ്രാൻസിസിനെ ലോകം വിളിക്കുന്നത് സെക്കൻഡ് ക്രൈസ്റ്റ്, 2ാം ക്രിസ്തു. പരിപൂർണ ദാരിദ്ര്യത്തിന് വിനീതനും ദരിദ്രനുമായ ക്രിസ്തുവിനെ അദ്ദേഹം ഫോളോ ചെയ്തു. ക്ലാരപുണ്യതയും ഫോളോ ചെയ്തു. അപ്പോൾ തിയറി മാത്രം പോലെ ജീവിതത്തിലും വേണം എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽ വലിയ വരുമാന വഴികളോ ശമ്പള മാർഗങ്ങളോ സ്വത്തോ ഒന്നുമില്ല. ജീവിക്കാനുള്ളത് മാത്രമാണ്. ജീവിക്കാനുള്ളത് സ്വരുക്കൂട്ടാറുമുണ്ട്. അതുകൊണ്ടാണ് നാട്ടിൽ സാധാരണ ആൾക്കാർ ഏറ്റവും സഹായിക്കുന്നത് ഞങ്ങളെയാണ്. ദശാംശം തന്നും സംഭാവന തന്നും. കാരണം നമുക്ക് ഒരു വരുമാനത്തിൻ്റെ വലിയ വഴികൾ ഇല്ലെന്നറിയാം. അങ്ങനെയുള്ളൊരു ലളിത ജീവിതം സഭ നയിക്കുന്നത് കൊണ്ട് ഇന്നും ആൾക്കാർ വിശ്വസിക്കുന്നു.
സഭയെ സഹായിക്കുന്നു. അത് കഴിഞ്ഞ 800ഓളം വർഷമായിട്ട് മനോഹരമായി ലോകത്തിൽ തുടരുന്നു. ലളിത ജീവിതശൈലി, ദാരിദ്ര്യ ജീവിതശൈലി. ഒരു സന്യാസ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് സ്ഥാപകൻ്റെ ക്യാരിസം ശരിക്കും ജീവിച്ചില്ലെങ്കിൽ 300 വർഷങ്ങൾക്കുള്ളിൽ ആ സഭ നിന്നുപോകും, ഭൂമിയിൽ നിന്നും മറഞ്ഞു പോകും. സ്ഥാപകൻ്റെ ക്യാരിസം ജീവിച്ചാൽ നിലനിൽക്കും. ബെനഡിക്റ്റൈൻ സഭ, ഫ്രാൻസിസ്കൻ സഭ, കാർമലൈറ്റ് സഭ, ഇങ്ങനെയുള്ള ട്രഡീഷണൽ സഭകളുണ്ട്. അതിന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം സ്ഥാപകൻ്റെ ക്യാരിസം ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അസീസി പുണ്യവാളൻ കാണിച്ചിരുന്ന ജീവിത ക്യാരിസം ജീവിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റം വരാം, പക്ഷെ എങ്കിലും ബേസിക് ആയിട്ടുള്ള ആ എയിം ഇതുവരെ കളഞ്ഞിട്ടില്ല. അതാണ് ഫ്രാൻസിസ്കൻ സഭയുടെയും ക്ലാരസ് സഭയുടെയൊക്കെ വിജയത്തിൻ്റെ കാരണം, നിലനിൽപ്പിൻ്റെയും ജനകീയ അംഗീകാരത്തിൻ്റെയും കാരണം. വളരെ സന്തോഷം അച്ഛൻ. അച്ഛൻ പറഞ്ഞതിടത്തു നിന്ന് തന്നെ വീണ്ടും ചോദിക്കുകയാണ്, ഒരു സഭ സ്ഥാപിതമായി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CMI സഭ ചാവറ പിതാവിൻ്റെ പുണ്യങ്ങളെ, പ്രവർത്തനങ്ങളെ ഫോളോ ചെയ്യുന്നു. വിൻസെൻഷ്യൻ സഭ, ഇത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വിവിധ സഭാ സമൂഹങ്ങൾ, ക്ലാരിസ്റ്റ് സഭയൊക്കെ, അനേകം വിശുദ്ധർ ഫ്രാൻസിസ്കൻ സഭയിലുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം സെയിൻറ്റ് ആൻ്റണി. സെയിൻറ്റ് ആൻ്റണിയാണ് ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഫ്രാൻസിസ് അസീസിയേക്കാളും ചരിത്രം അറിയാവുന്നതോ കൂടുതൽ ഇങ്ങനെ പള്ളികളൊക്കെ ഉള്ളത് ഒരുപക്ഷെ സെയിൻറ്റ് ആൻ്റണിയുടെ പേരിലായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഫ്രാൻസിസ്കൻ സഭയിൽ ഫ്രാൻസിസ് അസീസിയെ പിന്തുടർന്ന ആയിരക്കണക്കിന് വൈദികരും വിശ്വാസികളും സമൂഹവുമുണ്ട്. സെയിൻറ്റ് ആൻ്റണീനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥ സഹായം കൊണ്ട് വിശ്വാസത്തിലേക്ക് വരികയും ചെയ്ത അനേകം മനുഷ്യരുമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതുണ്ട്. അപ്പോൾ ഈ വിശ്വാസ സംഹിത അല്ലെങ്കിൽ പറഞ്ഞു തന്ന നന്മ അല്ലെങ്കിൽ മൂല്യങ്ങൾ നിലനിർത്താൻ ഇന്ന് സഭയുടെ സ്ഥാപകൻ്റെ കുറച്ചെങ്കിലും അച്ഛൻ പറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളോ പ്രത്യേകതയൊക്കെ വരാം, എങ്കിലും എവിടം വരെ നമ്മുടെ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി വ്രതമെടുത്തവർക്ക് പറ്റുന്നുണ്ട്, അവിടെ അപാകത വരുമ്പോൾ എന്താണ് സംഭവിക്കുക? പൊതുവായിട്ട് വലിയ അപാകതകൾ ഞങ്ങൾക്കിടയിലില്ല. ഞാൻ പ്രൊഫഷണലായിരുന്നു, എനിക്കറിയാം സഭയെ. പിന്നെ ഒറ്റപ്പെട്ട പാളിച്ചുകൾ വരും, അത് വ്യക്തികളെ ബേസ് ചെയ്ത് വരുന്നതാണ്. പൊതുവായ ജീവിതത്തിലോ അതിൻ്റെ ക്യാരിസ്യത്തിലോ ഒരു മുട്ടുസൂചിയടിക്ക് പോലും ഒരു പാളിച്ചയും വന്നിട്ടില്ല, വരുന്നിട്ടില്ല, വരാൻ സാധ്യതയില്ല. അതിനോട് യത്നമുണ്ട്, ശ്രമമുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട ചില വ്യക്തികൾ പണം കൈകാര്യം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ മേഖലകളിലോ ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടുന്ന കറക്ഷൻ തിരുത്തും അധികാരത്തിലുള്ളവർ കൊടുക്കാറുണ്ട്. അങ്ങനെ പോയതുകൊണ്ടാണ് 8 നൂറ്റാണ്ടായിട്ട് നിൽക്കുന്നത്. ഇന്നും ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവവിളിക്ക് വലിയ കുറവൊന്നുമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം MBBS MD കഴിഞ്ഞ ഒരാൾ, പിന്നെ 4 എൻജിനീയേഴ്സ്, 2-3 MBA ഇഷ്ടംപോലെ മുതിർന്നവർ സഭയിലേക്ക് വരുന്നു. അസീസി പുണ്യവാളൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ പലരും ജോലി രാജിച്ച് വന്നവരാ. അതിന്നും തുടരുന്നു. അതിന് നമുക്കുള്ള ഉറപ്പ്, നമ്മളങ്ങ് പറ്റുന്ന പോലെ ഓരോരുത്തരും ജീവിച്ചാൽ മതി, ബാക്കി ദൈവം ചെയ്തോളൂ. വളരെ സന്തോഷം ആ വാക്ക് കേട്ടപ്പോൾ. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വൈദികരെയും സന്യസ്തത്തെയും അപമാനിക്കാൻ ഏതെല്ലാം കാരണമുണ്ട്. അച്ഛനിപ്പോൾ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ഒരു ചെറിയ കുറവിനെ സാർവത്രീകരിച്ച് ആ സഭയുടെയോ കത്തോലിക്ക സഭയുടെ തന്നെ കുറവാക്കി പറയുന്ന സമയത്തും അച്ഛനിപ്പോൾ പറഞ്ഞത് കപ്പുച്ചിൻ സഭയിലേക്കോ മറ്റ് സഭകളിലോ ഒക്കെ വൈദികരാകാനും സന്യസ്തരാകാനും ആൾക്കാരുണ്ടെന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ദൈവം നടത്തുന്ന വഴികളെ അല്ലെങ്കിൽ ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥ സഹായം എത്ര ഭംഗിയായിട്ട് ഈ ഭൂമിയിൽ ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ആ ഇൻഫോർമേഷനും ജനങ്ങൾക്ക് സന്തോഷപ്രദമാകും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ ക്യാരിസം ജീവിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അനുഗ്രഹീതമാണ്. സ്ഥാപകൻ്റെ ക്യാരിസം ഫോളോ ചെയ്തോളൂ. സന്യാസമൂഹങ്ങൾ തടയുന്നതിൻ്റെ കാരണം ക്യാരിസം ഒരിടത്ത് നിൽക്കും, കാലത്തിനനുസരിച്ച് വേറെ പലതും അങ്ങ് ചെയ്യും. അപ്പം ഒന്നുകിൽ സ്കൂൾ തന്നെ നടത്തി പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റം നടത്തി പോവുക, പിന്നെ വരുമാനം ലക്ഷ്യമാകുമ്പോൾ ക്യാരിസം മരിച്ചു പോകും. അതുകൊണ്ട് ക്യാരിസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സ്കൂളോ ആശുപത്രിയോ എന്നാ വേണ്ടി നടത്താം, ആ സഭയെ ദൈവം അനുഗ്രഹിക്കും. അത് വിട്ടിട്ട് താൽക്കാലികമായിട്ടുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധിയിൽ പലതും ആരംഭിച്ചാൽ ആ സമൂഹം 3 നൂറ്റാണ്ട് നിൽക്കും, പിന്നെ കാണുകയില്ല. തീർച്ചയായിട്ടും ഇതെല്ലാ വിശ്വാസികൾക്കും നല്ല ഇൻഫോർമേഷനാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു വലിയ ഒരു മെസ്സേജ് കൂടി അച്ഛൻ ഇപ്പോൾ തരികയായിരുന്നു. ദൈവവിളി അനുസരിച്ച് വന്നവർക്ക് വേണ്ടി
അവർ ആ ക്യാരിസത്തിൽ നിൽക്കാൻ വേണ്ടി വിശ്വാസ സമൂഹം പ്രാർത്ഥിക്കണം എന്ന അച്ഛനിൽ നിന്ന് ഇപ്പോൾ കേട്ട വാക്കിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അച്ഛാ, അടുത്ത എൻ്റെ ചോദ്യം, എന്താണ് അഡ്മിനിസ്ട്രേഷൻ ലെവൽ? അതായത് പറഞ്ഞാൽ CMS സഭയ്ക്ക് ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഏതാണ്, അല്ലെങ്കിൽ വിൻസെൻഷ്യൻ സഭയ്ക്ക് എന്താണ് പൊസിഷൻ, അതുപോലെ ഫ്രാൻസിസ്കൻ സഭയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാമോ? എത്ര ബിഷപ്പുമാർ നമുക്കുണ്ട്, നമുക്ക് പ്രൊവിൻസ് എത്രയുണ്ട്, അതിൻ്റെ അധികാരം എന്താണ്, അധികാരത്തെപ്പറ്റി ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാം. മീൻസ് അധികാര ശൃംഖലയില്ലാതെ ഒരു സംവിധാനവും പോകാൻ പറ്റൂല. അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് പറയാമോ? ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻസ് സഭ, ഫ്രാൻസിസ്കൻസ് മെയിനായിട്ട് 3ആയിട്ടാണ് മുറിയുന്നത്. ഫ്രാൻസിസ്കൻ ഒബ്സർവൻസ്, ഫ്രാൻസിസ്കൻ കൺവെൻച്വൽസ്, ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻസ്, പിന്നീട് ഉണ്ട് TOR, അങ്ങനെ പല പല ശാഖകളുണ്ട്. പിന്നെ ഫ്രാൻസിസിൻ്റെ പേരിലുള്ള ഒരുപാട് ഇപ്പം നമ്മൾ കപ്പുച്ചിൻ സഭയിലേക്ക് വരാം. അതായത് 1-ാം സഭയിലെ ഒരു വലിയ ലോകത്തിന് നമ്പറുള്ള വലിയൊരു സഭയാണ്. ഇപ്പം ഈ ലോകത്തിലിപ്പോൾ 11,000 കപ്പുച്ചിൻ അംഗങ്ങളുണ്ട്. 11,000 അടുത്ത്. ലോകത്ത് മൊത്തം 114 പ്രൊവിൻസുകളുണ്ട്. 114. അതിൽ ഇന്ത്യയിൽ തന്നെയുണ്ട് 14 പ്രൊവിൻസുകൾ. 12 പ്രൊവിൻസുകളും പിന്നെ കസ്റ്റഡി മിഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ആകെ മൊത്തം 1500-ലധികം കപ്പുച്ചിൻസ് ഉണ്ട്. അവരാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ കപ്പുച്ചിൻസ്. ഇതിൻ്റെ പരമാധികാരി റോമിലാണ് ജനറാളച്ചൻ. അദ്ദേഹം വെനീസുകാരനാണ്, റോബർട്ടോ ജെനുവിൻ. അദ്ദേഹമാണ് പരമാധികാരി. അദ്ദേഹത്തെ ഉപദേശിക്കാനായിട്ട് 6 കൗൺസിലേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട് ഉപദേശം കൊടുക്കാനായിട്ട്. അത് പരമാധികാരി, അത് പോപ്പിനെ പോലെ, സഭയുടെ പോപ്പിൻ്റെ സ്ഥാനത്ത്. എല്ലാവരും മാർപ്പാപ്പയുടെ കീഴിൽ, പക്ഷേ സഭയുടെ പരമാധികാരി അദ്ദേഹമാണ്. അതുകൊണ്ട് സഭയിൽ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റോ കാര്യത്തിനൊന്നും പോപ്പിന് അവകാശമില്ല. അത് ജനറാളച്ചനാണ് അവകാശം. പാളിച്ചയുള്ള ജനറാളെ അറിയിക്കും, അദ്ദേഹം കൊടുക്കും ആക്ഷൻ, ആ രീതി. പിന്നെ മെത്രാന്മാരുടെ സ്ഥാനത്താണ് പ്രൊവിൻഷ്യൽമാർ. 114 പ്രൊവിൻഷ്യൽമാർ. കേരളത്തിൽ സീറോ മലബാറിൽ 3 പ്രൊവിൻസുകളിലായി 500 അച്ഛന്മാർ, 1 ലത്തീൻ പ്രൊവിൻസ്. 3 സീറോ മലബാർ, 1 ലത്തീൻ. ഏറ്റവും അതിൽ വലിയ പ്രൊവിൻസ് കോട്ടയം പ്രൊവിൻസ്, രണ്ടാമത്തേത് ആലുവ പ്രൊവിൻസ്, മൂന്നാമത്തേത് കണ്ണൂർ പ്രൊവിൻസ്. അങ്ങനെ 3 സീറോ മലബാർ. കളമശ്ശേരി ബേസായിട്ട് ലാറ്റിൻ പ്രൊവിൻസ്. അപ്പം ലാറ്റിൻകാരും സുറിയാനിക്കാരും എല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ കൂടുതലും ലാറ്റിൻ അച്ഛന്മാരാണ്. കാരണം ലാറ്റിൻ അധികാരത്തിൽപ്പെടുന്നതാണ് ഗൾഫ്, വികാരിയേറ്റ് ഓഫ് അറേബ്യ എന്നറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്നു. പിന്നെ ആ ഓരോ പ്രൊവിൻഷ്യകളെ ഉപദേശിക്കാൻ വേണ്ടി 4 കൗൺസിലേഴ്സ്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റുമല്ല. പിന്നെ അദ്ദേഹത്തിന് വികാരിച്ചന്മാർ പോലെ ഓരോ ആശ്രമത്തിന് ഓരോ ഗാർഡിയൻ. നമ്മൾ ഗാഡി ചെയ്യുന്നു, സുപ്പീരിയർ എന്ന് പറയില്ല, ഗാർഡിയൻസ്. അതാണ് അതിൻ്റെ ക്രമം. സാമ്പത്തികമായിട്ട് ഓരോ ആശ്രമവും അവർക്ക് ജീവിക്കാനുള്ളത് അവിടുത്തെ മിനിസ്ട്രി വഴി കണ്ടുപിടിക്കണം. മേജർ ട്രീറ്റ്മെൻറ്റോ സാമ്പത്തിക തകർച്ചയോ വന്നാൽ പ്രൊവിൻഷ്യൽ സഹായിക്കും. പക്ഷെ എന്തായാലും പ്രൊവിൻഷ്യൽ അതിനുള്ള സോഴ്സ് കണ്ടുപിടിക്കണം. അത് പ്രൊവിൻഷ്യലിലാണ്. പിന്നെ മാസ് സ്റ്റൈഫൻഡ് അങ്ങനെയുള്ള കുറേ കുർബാന അങ്ങനത്തെ വല്ലതും കുറച്ചൊക്കെ ജനറേറ്റിന് സഹായിക്കാം. പക്ഷെ ഇന്ന് യൂറോപ്പിലെയൊക്കെ വരുമാനങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞപ്പം അവനവൻ്റെ നാട്ടിൽ തന്നെ വരുമാന സ്രോതസ്സും കണ്ടുപിടിക്കണം. ഇതാണ്. പിന്നെ ഈ സാമ്പത്തിക മേഖല കുറവായതുകൊണ്ട് ഞങ്ങളുടെ വൈദിക വിദ്യാർത്ഥികളെയൊക്കെ മലയാളികൾ തന്നെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ധ്യാനത്തിൽ പറയും, ആർക്കെങ്കിലും ഉണ്ട് ഒരു വൈദിക വിദ്യാർത്ഥി എടുത്തോളാൻ പറയും. അപ്പം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പൈസ ഉണ്ടാകും ചെല്ലെടുക്കും. അങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പരിശീലനവും മറ്റുമൊക്കെ നമ്മൾ നടത്തുക. എന്തെങ്കിലും വലിയ മേജറായിട്ട് വല്ല ഓപ്പറേഷൻ അങ്ങനെയൊക്കെ വന്നാൽ പ്രൊവിൻഷ്യൽ സഹായിക്കും. അല്ലെങ്കിൽ മൈനറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം ഓരോ ഹൗസും അതിൻ്റെ രീതിയിൽ കണ്ടുപിടിക്കണം. അച്ഛാ, ബിഷപ്പുമാരുണ്ടോ നമുക്ക്? ബിഷപ്പുമാർ ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ നമുക്കുണ്ടായിരുന്നു 3 ബിഷപ്പുമാർ. അപ്പോൾ അവർ മാറിയപ്പോഴത്തേക്ക് രൂപതാ വൈദികർ അവിടെ ബിഷപ്പായിട്ട് മാറി. ഒന്നാമത് ജമ്മു കാശ്മീരായിരുന്നു. അത് ഹിപ്പോളിറ്റസ് കുന്നുകലായിരുന്നു ബിഷപ്പ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ രണ്ടാമത് പീറ്റർ സെലസ്റ്റിൻ എന്ന് പറയുന്ന ആൾ വന്നു. അദ്ദേഹവും മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കാശ്മീർ രൂപതയിൽ തന്നെ അച്ഛന്മാരായി, അതിൽ നിന്നും ബിഷപ്പായി. 3-ാമത്തെ ബിഷപ്പ് ജലന്ധർ ബിഷപ്പായിരുന്നു, സിംബോറിയൻ കീപ്പർ. അദ്ദേഹം മാറിയപ്പോൾ ജലന്ധർ രൂപതയുടെ ഒരു ബിഷപ്പ് വന്നു, ഫ്രാങ്കോ. അങ്ങനെ അവരെ അങ്ങനെ ഒന്നായി. പിന്നീട് ഇപ്പോൾ നമ്മുടെ സന്യാസത്തിൽ നിന്ന് വരുന്നില്ല, രൂപതയ്ക്ക് തന്നെയുണ്ട് വൈദികർ. ആ രീതിയിലാണ് പോവുക.
പിന്നെ ലോകത്ത് എടുക്കുകയാണെങ്കിൽ 30-ലധികം ബിഷപ്പുമാർ പല പല രാജ്യങ്ങളിലുണ്ട്, പല പല രാജ്യങ്ങൾ. അതിലൊരു ബിഷപ്പായിരുന്നു ബോസ്റ്റണിലെ ആർച്ച് ബിഷപ്പ്, അദ്ദേഹമായിരുന്നു മാർപ്പാപ്പ കാൻഡിഡേറ്റിൽ ഒരാൾ. അങ്ങനെ ഉണ്ട്, പിതാക്കന്മാരുണ്ട്. പിന്നെ പൊതുവിൽ ഫ്രാൻസിസ്കൻസ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് അധികം ശ്രദ്ധിക്കാറില്ല, അജപാലന രംഗത്ത്. പിന്നെ ഏതെങ്കിലും രൂപതയിൽ പ്രശ്നമുണ്ടാവുകയും ഒരു പ്രീസ്റ്റിനെ ബിഷപ്പായിട്ട് കണ്ടെത്താൻ പറ്റാതെയും വരുമ്പോൾ വത്തിക്കാൻ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അസിദ്ധി പുണ്യാളിൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് അങ്ങനത്തുള്ള സ്ഥാനങ്ങളിലേക്കുള്ള പോക്ക്. ഒരു മാർഗ്ഗം ഇല്ലാത്തപ്പോൾ സഭ പിടിച്ചാൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ചാച്ചൻ സംസാരിച്ചതിനിടയിൽ ഒരു വാക്ക് പറഞ്ഞു, ഒന്നാം സഭ രണ്ടാം സഭ എന്ന് പറഞ്ഞു. എന്താണ് ഉദ്ദേശിക്കുന്നത്? അസിദ്ധി പുണ്യാളൻ ആരംഭിച്ച സഭയാണ് ഒന്നാമത്തെ സഭ, ഫ്രാൻസിസ്കൻ. രണ്ടാമത്തേതെന്ന് പറയുന്നതാണ് ക്ലാരപുണ്യവതിയുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത്. മൂന്നാമത്തേത് ആത്മായർക്ക് വേണ്ടി ആരംഭിച്ചതാണ്. കുടുംബജീവിതം നയിക്കാം, പക്ഷേ സന്യാസത്തിൻ്റെ മൂല്യങ്ങളും ആ സിസ്റ്റവും സൂക്ഷിച്ചുകൊണ്ട്. അങ്ങനെ ആ മൂന്നാം സഭക്കാരുണ്ടായിരുന്നു, അവരങ്ങനെ ജീവിച്ചു. അതിൽ നിന്ന് തന്നെ ഒരു സന്യാസം ഉണ്ടായി. അതാണ് തേർഡ് ഓർഡർ എന്ന്, TOR എന്നും പറഞ്ഞ സഭയാണ്. കേരളത്തിൽ ശക്തമാണ്, എല്ലായിടങ്ങളിലും ഉണ്ട്. അത് ആത്മായർക്ക് ആരംഭിച്ചതിൽ നിന്നും ഉണ്ടായി വന്ന മറ്റൊരു സന്യാസ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇത്രയും കൂടി വിശദീകരിക്കുക വെച്ചാൽ, അപ്പോൾ അതായത് കുടുംബജീവിതം നയിക്കുന്നു, ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഫ്രാൻസിസ്കൻ ഈ ഓവറിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ടീമിൽ വരണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ കേരളത്തിൽ പറയും ഫ്രാൻസിസ്കൻ ആത്മായ സഭ, അതിന് SFO എന്ന് പറയാറുണ്ട്, സെക്യുലർ ഫ്രാൻസിസ്കൻ ഓർഡർ. ഇപ്പോൾ OFS എന്നും പറയും, ഓർഡർ ഓഫ് ഫ്രാൻസിസ്കൻ സെക്യുലർ, അങ്ങനെ പറയാറുണ്ട്. അത് ലക്ഷങ്ങളോളം വരും കേരളത്തിലെ അംഗസംഖ്യ. ഏറ്റവും ശക്തമായ ഇതുള്ളതാണ് പാലാ രൂപത, ചങ്ങനാശ്ശേരി രൂപതയിലൊക്കെ. വളരെ അത് 10-60 യൂണിറ്റുകളിലുണ്ട്, പള്ളികളിലുണ്ട് അങ്ങനെ യൂണിറ്റ്. അവർക്ക് ഒരു പ്രസിഡൻ്റുണ്ട്, സംസ്ഥാന പ്രസിഡൻ്റുണ്ട്, രൂപതാ പ്രസിഡൻ്റുണ്ട്, ശാഖയ്ക്കുണ്ട്. അതുപോലെ തന്നെ ജനറൽ പ്രൊവിൻഷ്യൽ ബാഡി എന്ന് പറഞ്ഞ പോലെ സംവിധാനം അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്, ഒരു പ്രാർത്ഥനാ പുസ്തകം, പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന ഒരുമിച്ച് കൂടുമ്പോൾ ആ പ്രാർത്ഥന ചെല്ലണം അവർ. പിന്നെ ഒരുപാട് സാധു സംരക്ഷണ പരിപാടികൾ അവർ നടത്തണം പാവങ്ങളിലേക്ക്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും എത്താൻ പറ്റാത്ത തലങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലും. പിന്നെ അവർ മരിക്കുമ്പോൾ സഭാവസ്ത്രം വരെ ധരിപ്പിക്കും, ഇതുകൂടി ഉടുപ്പുകൾ ധരിപ്പിക്കും. ചിലപ്പോൾ ഉടുപ്പ് ധരിപ്പിക്കുകയല്ല, ഫ്രാൻസിസ്കൻ പ്രത്യേക ബന്ധിങ്ങമാണ്. അതണിയിച്ച് ഒരു ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ വൈദികൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ ശവസംസ്കാരം. അതാണ് SFO എന്ന് പറയുക. അച്ഛാ, ഇടുക്കിക്കാരൻ പുത്തമ്പരി അച്ഛൻ ഇടുക്കിയുടെ പ്രത്യേകത പോലും തുറന്ന് പറയുക, നേരെ പറയുക, ഒരു പരിധി വരെ നല്ല തുറന്ന മനസ്സിൻ്റെ ഉടമസ്ഥരാണ്. കാരണം എല്ലാം കൃഷിക്കാരും സാധാരണക്കാരുമായ ഒരു പ്രദേശമാണ് ഇടുക്കി, നമ്മുടെയൊക്കെ അറിവിൽ. അപ്പോൾ ആ സ്വഭാവം പുത്തമ്പരി അച്ഛനിലുമുണ്ട്. ഉള്ളത് എന്താണ് അങ്ങ് തുറന്ന് പറയുക. ആ ഭാഷ അങ്ങനത്തെയാണ്. ഒരു കണക്ക് കൂട്ടി കഷ്ടപ്പെട്ടല്ല അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛൻ്റെ ഭാഷ വളരെ ലളിതമാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർ അച്ഛനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത്. ഈ ഇടുക്കിക്കാരൻ്റെ സ്വഭാവം ഈ യാത്രകളിൽ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും പല കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ സ്ഥാനത്തും അച്ഛൻ തന്നെ പറഞ്ഞ് പ്രൊവിൻഷ്യലായിട്ടിരുന്ന അച്ഛനാണ്. അപ്പോൾ ഇതെവിടെയെങ്കിലും ഈ നിഷ്കളങ്കതയോ അല്ലെങ്കിൽ തുറന്ന സ്വഭാവമോ അച്ഛൻ്റെ അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ ശുശ്രൂഷയിലോ അച്ഛന് ഉപദ്രവമായി വന്നിട്ടുണ്ടോ? അഡ്മിനിസ്ട്രേഷനിൽ ഒരിക്കലും ഉപദ്രവമായിട്ടില്ല. കാരണം എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ടാണ് 2 പ്രാവശ്യം പ്രൊഫഷണലായിട്ട് അവർ തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ അവർക്കും അറിയാം, ഉള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയും. അതിൻ്റെ പേരിലൊരു വിദ്വേഷമോ എതിർപ്പോ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളല്ല ഞാൻ. അത് പൊതുവേദിയിൽ സഭയ്ക്ക് വേണ്ടി പറയുമ്പോഴും സഭയ്ക്കുള്ളിൽ പറയുമ്പോഴും ഒരു പരിധിക്കപ്പുറം പോവുകയല്ല. പറയാനുള്ളത് പറയും, പറഞ്ഞിട്ട് നിർത്തും. ഞാനും പറഞ്ഞത് തന്നെ ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു യത്നമില്ല. കാരണം പറഞ്ഞത് ശരിയാണ്, പിന്നെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. മറ്റു ചില മതങ്ങളും ചില ക്രിസ്ത്യൻ ഡിനോമിനേഷനും ചിലർ, അപ്പം അവർക്കൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ചില കാര്യം പറയുമ്പം അവരുടെ ഫീലിങ്ങിന് ഞാൻ വില കൊടുക്കുന്നില്ല. സത്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്ങിന് വിലയില്ല. ഞാനിപ്പോഴും ഈയിടെ ഉണ്ടായിരുന്നു ഈ ന്യൂസ് 24 ഫ്ലവേഴ്സ്, ഞാനും ശ്രീകണ്ഠനാരുമായിട്ട് നേടാൻ 1 കോടി. അപ്പം അതിനകത്ത് ശ്രീകണ്ഠനാർ പറഞ്ഞ എല്ലാവരും കളിയാക്കി വിമർശിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക വച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴി ഒരുപാട് പട്ടികൾ നമ്മളെ നോക്കി കുരയ്ക്കുന്നു. ലോഹ പൊക്കി കുത്തി പട്ടിയിട്ട് കുരയ്ക്കാൻ പോയാൽ നമുക്ക് പട്ടി കുരയ്ക്കട്ടെ, നമ്മൾ യാത്ര തുടരുക. അപ്പോൾ ശ്രീകണ്ഠനാർ ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിലും
കാപ്പിപ്പിടിയച്ചൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് ഇത് കോട്ട് ചെയ്യുന്ന കേൾക്കാം, എല്ലാ ആഴ്ചയിലും ഉണ്ട്. ഇതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എടുക്കുക. ഒരുപാട് ലോകപരിചയത്തിൻ്റെ പേരിലും ജീവിത അനുഭവങ്ങളുടെ പേരിലും ആധികാരികമായിട്ട് തന്നെ പറയാൻ പറ്റും. പറയേണ്ട സമയത്ത് പറഞ്ഞ് തിരുത്തണം. അത് നമുക്കൊരബദ്ധം പറ്റിയാൽ സോറി പറയണം, ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട, പറഞ്ഞ് മുമ്പോട്ട് പോവുക. അത് ആ ഒരു നിഷ്കളങ്കത ഒരിക്കലും ഒരു ശാപമായി മാറിയിട്ടില്ല. അത് ഉപകാരമായിട്ട് സഹയാത്രികനായിട്ട് തുടരുന്നതേ ഉള്ളൂ. അതില്ലെങ്കിൽ അച്ഛനില്ല, ഞാനില്ല. അതാണ്. അതുപോലെ തന്നെ അച്ഛാ, ഞാൻ തിരിച്ചു വരികയാണ്. സൂര്യനെയും ചന്ദ്രനെയും സഹോദരങ്ങളായി കണ്ട് പ്രകൃതിയെ മുഴുവൻ സ്നേഹിച്ച ഫ്രാൻസിസ് അസീസി, അതായത് പ്രപഞ്ചത്തിനോട് നോക്കി സുവിശേഷം പറഞ്ഞ, ലോകം രണ്ടാം ക്രിസ്തു എന്ന് എടുത്തു പറഞ്ഞ വൈദികനാകാൻ പോലും യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ടും ലോകം അതെ ബ്രദറായി തുടർന്നു. നമ്മളെല്ലാം ഫ്രാൻസിസ് അസീസിയുടെ ഓർമ്മകൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഇതുപോലെ സ്നേഹം, പ്രകൃതിയെ സ്നേഹിച്ച ഒരാൾ, അതുപോലെ തന്നെ കൂടെ ഉള്ള എല്ലാവരെയും സ്നേഹിച്ചയാൾ. അതുകൊണ്ടാണല്ലോ ക്ലാരപ്പുണ്യവതിയൊക്കെ ആ സ്നേഹത്തിൻ്റെ അകത്ത് ലയിച്ച് ചേരുകയത്. അപ്പോൾ അത്രയും വലിയൊരു സ്നേഹം കണ്ട് അതിൽ ആകൃഷ്ടനായിട്ടാണ് പുത്തമ്പുരയച്ചൻ സഹിതം മറ്റെല്ലാ സാധ്യതകളും വിട്ടിട്ട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നത്. പക്ഷേ ആ സ്നേഹം മുമ്പിൽ വരുന്നവർക്ക് പകർന്നു കൊടുക്കാൻ, പ്രകൃതിയിൽ ആ സ്നേഹം പ്രതിഫലിപ്പിക്കാൻ ഇന്നത്തെ കപ്പുച്ചിൻ സഭയ്ക്ക് എവിടം വരെ സാധിക്കുന്നു? എന്താണ് കപ്പുച്ചിൻ സഭ മാത്രമല്ല, ലോകത്തിൽ എല്ലാവരോടും പറയാവുന്നൊരു മെസ്സേജ് അച്ഛൻ പറയേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർക്കും പ്രകൃതിക്കും ഒക്കെ ഒരു അനുഗ്രഹമായിട്ട് വേണം എൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ജീവിതം പോകാൻ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാൻസിസ് അസീസിയുടെ ഒരു ആശയത്തോട് ചേർന്ന് അച്ഛന് പൊതുവായ ജനങ്ങൾക്കും കൂടെ കൊടുക്കാവുന്ന ഒരു സന്ദേശം പറയാമോ? ക്രിസ്തു ബൈബിളിൽ തന്ന 2 ബേസിക് മെസ്സേജുകളുണ്ട്. അത് അസീസി പുണ്യാളനെ സ്വാധീനിച്ചു. ഒന്ന്, ആകാശപക്ഷികളിൽ നിന്ന് പാഠം പഠിക്കുക, അത് ഫ്രീഡം, സ്വാതന്ത്ര്യം. 2, വയലിലെ പുഷ്പങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന് പാഠം പഠിക്കുക, അത് പ്രോവിഡൻസ്, ദൈവപരിപാലന. ഈ 2 മെസ്സേജുകളാണ്. ആകാശപക്ഷിക്ക് അതിർത്തിയില്ല. കാശ്മീരിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് പറക്കാൻ ഒരു കാക്കയ്ക്ക് വിസ ആവശ്യമില്ല. ഫ്രീഡം, എവിടെയും കടന്നു ചെല്ലാവുന്ന ഫ്രീഡം. വയലിലെ പുല്ലും പൂവും ആരും നനച്ചതല്ല, വിതച്ചതല്ല, വളവിട്ടതല്ല, ദൈവത്തിൻ്റെ പരിപാലന. ഇത് 2 അസീസിയിലെ ഫ്രാൻസിസ് ആസ്വദിച്ചു. ദൈവപരിപാലനയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും. അത് 2 വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കണക്കൂട്ടാനില്ല. ആരിലേക്കും കടന്നുചെല്ലാം, ചെന്നായ്ക്ക് ക്ഷയിക്കാനും കൊടുക്കാം, മൃഗങ്ങളെ സ്നേഹിക്കാം, ഏത് മതസ്ഥരെയും ഉൾക്കൊള്ളാം, ആ രീതി. അതേസമയത്ത് സ്വന്തം വിശ്വാസത്തിന് വിരുദ്ധമായി നിന്ന നിലപാടുകളെ അദ്ദേഹം ശക്തമായി ശകാരിച്ചു. സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഒന്നുമില്ല, ദൈവം പോറ്റിക്കോളും. 800 വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിക്കുന്നു. ബാങ്ക് ബാലൻസുകളോ കെട്ടിടങ്ങളോ വരുമാന വഴികളോ അല്ല, ദൈവം ജനങ്ങളെ ഏൽപ്പിച്ചു. കാക്കയുടെ ചുണ്ടിൽ ഏലിയായിക്ക് അപ്പം കൊടുത്തു വിട്ടതുപോലെ ദൈവത്തിൻ്റെ പരിപാലന. ഇതിൽ ആശ്രയിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്നൊരു ശൈലി ഫ്രാൻസിസ് പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്നും പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. ഞങ്ങൾ ആശ്രമങ്ങളിൽ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല, ജൈവകൃഷികളാണ് നടത്തുക. ഇടുക്കിയിലെ നാടുകാണിയിൽ പ്രകൃതിമിത്ര ആശ്രമമുണ്ട്. എല്ലാം മനുഷ്യൻ്റെ സാധാരണ വളങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത്. സാധാരണ മനുഷ്യൻ ജീവിതത്തിന് ഉതകുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, വിത്തുകൾ കൊടുക്കുന്നു, സംവിധാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എല്ലായിടത്തും ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിയെ സമ്പന്നമാക്കാറുണ്ട്. ചെടികളും പൂക്കളും കൊണ്ട് അലങ്കരിക്കാറുണ്ട് ചുറ്റുപാടുകൾ. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജീവിതം, പ്രകൃതിയുമായി സൗഹൃദമുള്ള ജീവിതമാണ് പൊതുവിൽ ഞങ്ങൾ കപ്പുച്ചിൻ സഭക്കാർ എവിടെയും നയിക്കുക, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ. അതുവഴി ആ ഫ്രാൻസിസിൻ്റെ ചൈതന്യം എല്ലാവരെയും സഹോദര സഹോദരി എന്ന് വിളിച്ചു. സൂര്യൻ സഹോദരൻ, ചന്ദ്രൻ സഹോദരി, വെള്ളം സഹോദരി, അഗ്നി സഹോദരി. മരിക്കാൻ നേരത്ത് പാടി സോദരി മരണമേ സ്വാഗതം സ്വാഗതം. ആ രീതി ഫ്രാൻസിസ് കൈമാറി. ആ ജീവിക്കാൻ പരമാവധി ഇന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. താങ്ക് യു വെച്ചാൽ ആ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഫ്രാൻസിസ് അസീസ് ഇങ്ങനെ മുന്നേ നിൽക്കുന്ന ആ ഒരു പ്രതീതിയാണ് അച്ഛനെന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷം. അത് കപ്പുച്ചിൻ സഭയ്ക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള എല്ലാവർക്കും പ്രകൃതിയെ സ്നേഹിക്കാനൊരു അച്ഛൻ്റെ വാക്കുകൾ കാരണമാകട്ടെ, ഒന്നുകൂടെ സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ഒരു ദുബായിയുടെ വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണല്ലോ, ദുബായ് എക്സ്പോ. അതിൽ കടന്നു പോയപ്പോൾ ഒരു സംഭവം കണ്ടു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ കടലിൻ്റെ അകത്തേക്ക് പോകുന്ന
ഒരു 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 സി- ഒരു പൗലിനുണ്ടായിരുന്നു. അവർ ഷോ ചെയ്തേക്കുക. ആ ഷോയിൽ കണ്ട ഒരു സംഭവം, ഈ കോടിക്കണക്കിന് ജനങ്ങളിലെ ഭൂരിഭാഗവും ആരോഗ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് മീനിനെ, ഫിഷാണ്. അതിൻ്റെ കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഇപ്പം പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിട്ട് ആ മത്സ്യവും ആ പ്ലാസ്റ്റിക് കഴിക്കേണ്ട വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അവരതിനെ കാണിച്ചു തന്നേക്കുക, പ്രൊജക്റ്റ് ചെയ്തേക്കുകയാണ്. പ്ലാസ്റ്റിക് കൊണ്ട് കടലിൻ്റെ അടി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് എത്ര ഭയാനകമാണ് കുറച്ച് കാലം കഴിയുമ്പോൾ. ഇതാണ്, ഈ മത്സ്യത്തിനെയാണ് നമ്മൾ കഴിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സുമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഓർത്തു, ആ ഒരു ചെറിയ സിമ്പൽ അവർ ചെയ്തിട്ടേക്കുന്നത്, ദുബായ് ആ ചെയ്തേക്കുന്ന വർക്കിനെ നമ്മൾ അഭിമാനപൂർവ്വം ഓർത്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ പ്രകൃതി മുഴുവൻ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പോലും നമുക്ക് ചെയ്യാവുന്ന ചിലപ്പം ഒരു കാര്യം ചെയ്താൽ അവിടുത്തെ ആ പ്രദേശം ചിലപ്പോൾ വൃത്തിക്ക് കിടക്കും. ഇവിടെയൊക്കെ അച്ഛൻ വരുമ്പം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അച്ഛൻ പോകുമ്പം കാണുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യം ചെയ്താണെങ്കിലും സമൂഹത്തിനോ പ്രകൃതിക്കോ വേണ്ടി നന്മ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ നമ്മുടെ യുവജനങ്ങളിലേക്ക് എങ്ങനെ കൊടുക്കാൻ വെച്ചാൽ? ഒന്നാമത് നമ്മളിപ്പം പ്രകൃതി ശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറയുന്നതിന് യുഎന്നോ കോപ്പൻഹേഗനിൽ ഓരോ സ്ഥലങ്ങളിൽ വെള്ളം, പ്ലാസ്റ്റിക് വിരുദ്ധ ഒക്കെ പറഞ്ഞ് സമ്മേളനങ്ങൾ നടത്തും. അടിസ്ഥാനപരമായി ഓരോ വീട്ടിലും ഇതാരംഭിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും കിടക്കുന്ന മുറിയിൽ വൃത്തി വേണം, ചിട്ട വേണം, നീറ്റ്നെസ് ആൻഡ് ക്ലീൻലിനെസ്. അത് മുറിക്കകത്ത് ആരംഭിക്കണം. ചില ആൺപിള്ളേരും മറ്റൊക്കെ എഴുന്നേറ്റ് വന്ന കട്ടിൽ കണ്ടാൽ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ പോലെ ലുങ്കി വെച്ച് കാൽക്കലും പുതപ്പി വെട്ടി തലയിലും വെച്ചിട്ടുണ്ട്. ആദ്യമേ ചിട്ട മുറിക്കകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ആരംഭിക്കണം. പിന്നെ നമ്മുടെ പ്രത്യേകതയാണ് മുട്ടായി നിന്ന് കടലാസ് വലിച്ചെറിയുക, പടം നിന്നിട്ട് പടുത്തൊലി റോഡിലേക്ക് എറിയുക, വീട്ടിലെ വേസ്റ്റ് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വെക്കുക. ആ ഒരു സംസ്കാരം നമുക്കിടയിലുണ്ട്. സിംഗപ്പൂരിൽ പോയിട്ട് വന്നൊരു അപ്പം പറഞ്ഞു, എൻ്റെ അച്ഛ, സിംഗപ്പൂരിൽ മെയിൻ റോഡ് സൈഡിലൊന്ന് തുപ്പിയാൽ ക്യാമറയിൽ ഒപ്പിയെടുത്താൽ $10 സിംഗപ്പൂർ ശിക്ഷ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകന് കിട്ടുന്ന ശമ്പളം അവന് തുപ്പാൻ പോലും തികയുമല്ല. അതാണ് മലയാളിയുടെ ഒരു സംസ്കാരം, മലയാളിയുടെ ഒരു രീതി. നമുക്കൊരു ചിട്ടയും വൃത്തിയും കൂട്ടിപ്പിടുവൃത്തി വേണം. നമ്മൾ സാധാരണ പറയുന്ന വാക്കുണ്ട് പബ്ലിക് റോഡ്. പബ്ലിക് റോഡ് എന്നതിൻ്റെ മലയാള തർജ്ജിമ പൊതുനിരത്ത് എന്നാണ്. പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് പൊതുവായ സാധനം മൊത്തം നിരത്താനുള്ള സ്ഥലം പൊതുനിരത്ത്. വൃത്തി പെരയ്ക്കകത്ത് വേണം, കുടുംബത്തിൽ വേണം, ചുറ്റുപാടുകളിൽ വേണം. അങ്ങനെ ഒരു വൃത്തി സൂക്ഷിച്ചാൽ ലോകം മനോഹരമാവും, പ്രകൃതി സുന്ദരമാവും. അത് അസീസിലെ ഫ്രാൻസിസ് പഠിപ്പിക്കുന്നു. ഞങ്ങൾ അത് ലോകത്തിന് പകരാൻ പരമാവധി ശ്രമിക്കുന്നു. ജോസഫ് പുത്തമ്പരി അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ ശ്രവിക്കുകയായിരുന്നു. തമാശയും വലിയ ചിന്തകളുമൊക്കെ നൽകുന്ന ഒരു സംവാദമായിരുന്നു ഇത്. നമുക്കറിയാം 800 വർഷത്തെ ഫ്രാൻസിസ്കൻ പാരമ്പര്യം, അത് മാക്സിമം നഷ്ടമാകാതെ തുടരുന്ന അനേകം വൈദികരുടെയും അതിൻ്റെ ക്ലാര സഭയുടെ അനേകം സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒത്തിരിയേറെ വിശ്വാസം കണ്ടാണ് നമ്മളെല്ലാവരും വളർന്നത്. അവരുടെ ജീവിത ശൈലി കണ്ടാണ് നമ്മൾ വളർന്നത്. ഈ വൈദികരും ഈ സന്യസ്തരും എല്ലാം ആത്മീയതയിലും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹത്തിലും നന്മയിലുമെല്ലാം നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഒരു എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. താങ്ക് യു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com